ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ നമുക്ക് ജനറൽ സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാർബേറ്ററിൻ്റെ ഒരു കംപ്ലയിൻറ്റ്, അതായത് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ കാർബേറ്ററിൻ്റെ ഉള്ളിലത്തെ പ്രോബ്ലമാണ് ഈ കാണുന്നത്. മൊത്തം ഈ പെട്രോൾ കിടന്ന് കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് മൊത്തം പൊടിഞ്ഞു പോകുന്നേക്കാണ്, ദ്രവിച്ച് പോരാണ് കേട്ടോ. പൊടി പോലെ ഇങ്ങനെ പോരാണ് സംഭവം. അതാണ് ആ കംപ്ലയിൻറ്റ് കേട്ടോ. ഇതുമ്പോൾ നോക്കുമ്പോൾ നമ്മൾ കൈമയൊക്കെ പൊടി പോലെ ആവണുണ്ട്. അത് ശരിക്കും അലുമിനിയം ദ്രവിച്ച് പോകണമാണ്. ഒരു ഫംഗസ് പിടിച്ച പോലെ വന്നിട്ട് മൊത്തം ദ്രവിച്ച് പോകും. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം വരാം. ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ യൂണിറ്റാണ്. അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ കൂർത്ത ഭാഗം ചെന്ന ഹോള് കൃത്യമായിട്ട് അടയണം. ആ കറക്റ്റ് സീറ്റിംഗ് അല്ലെങ്കിൽ അതിൽ കൂടെ പെട്രോൾ ലീക്കായിട്ട് വരും. അപ്പോൾ ഈ ഇതേപോലെ പൊടിയുന്ന ഭാഗം അതിൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അത് പല രീതിയിലായിരിക്കും അതിൻ്റെ ഷേപ്പ് വരാം. കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് മാറാനായിട്ട് പോകുന്നില്ല. ഇതാണ് അതിൻ്റെ അവസ്ഥ കേട്ടോ. യഥാർത്ഥത്തിൽ മൊത്തത്തിൽ ദ്രവിച്ച ഒരവസ്ഥയാണ് ഇരിക്കുന്നത്. അപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കലാണ് അത് പോകുമ്പോഴേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടിഞ്ഞ് വീഴുകയോ ഇതേപോലെ പൊടി കണക്കെ മൊത്തം ഇങ്ങനെ പൊടിഞ്ഞു പോവാണ്. അതാണ് ആ പ്രോബ്ലം. ഇത് മൊത്തം കാർബേറ്ററിൻ്റെ ഓരോ പാർട്ടാണത്. അത് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ അത് ദ്രവിച്ച് പൊടിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് വീണാണ് ഈ കാണുന്നത്. അപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കലാണ് നമുക്കിപ്പോൾ ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റിന് ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷനുള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത് ഈ പെട്രോൾ തന്നെയാണ്. അപ്പോൾ ഓട്ടം കുറവാണെങ്കിൽ, നല്ല രീതിയിൽ ഓട്ടമുള്ള വണ്ടികൾ കാര്യമായിട്ട് അങ്ങനെ കാണുന്നില്ല. ഓട്ടം കുറവാണെങ്കിൽ റിപ്പീറ്റ് ഇതേപോലെ കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു എസ്റ്റിമേറ്റ് എഴുതി വെച്ചിരുന്നു. പക്ഷേ അതിനകത്ത് നമ്മൾ കാർബേറ്റർ അസംബ്ലി കൂട്ടിയിട്ടുണ്ടായില്ല. ഞാൻ ഇപ്പോൾ ഒന്നുകൂടിയും എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ട് തരാം. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എന്തായാലും കാർബേറ്റർ മാറ്റാതെ കൊണ്ട് മാറുക ചേട്ടാ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റിയാലും നല്ല രീതിയിൽ ഓവർഫ്ലോ ആയിരിക്കും. നല്ലവണ്ണം ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ റിപ്പീറ്റ് ഇനി കയറ്റുമ്പോൾ വണ്ടി കണക്ട് ചെയ്യുമ്പോൾ തന്നെ പെട്രോൾ പോകുന്ന രീതിയിലേക്കായിരിക്കും അവസ്ഥ. അപ്പോൾ ഞാൻ കാർബേറ്റർ അസംബ്ലി കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ.